ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് റെസിപ്പി എങ്ങനെയെന്ന് നോക്കിയാലോ. മീൻ കറി തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ തന്നെയാണ് അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെടുകി കീറിയതിന് ശേഷം അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്ത് നല്ല സോഫ്റ്റായി കിട്ടുന്നതുവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ കേട്ടോ അതിൻ്റെ അളവ്. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം കൂടെ ഈ എണ്ണയിലിട്ട് നമുക്കിത് നന്നായി വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ പച്ചമണമൊന്ന് മാറിക്കഴിയുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ലൊരു സ്മെല്ലിന് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാളൻ പുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് കുടംപുളി ഇഷ്ടമാണെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഞാനിതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞില്ലേ അത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്ക എടുത്ത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ നെല്ലിക്ക ചേർത്ത് കഴിയുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റായിട്ടാണ് കിട്ടുക. ട്രൈ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അയില മീനാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയതായി വരയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീൻ കഷ്ണങ്ങൾ വെന്ത് കഴിയുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ മീനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. ഇതിലിട്ട നെല്ലിക്കയുടെ കയ്പും മധുരവും പുളിയും ഒക്കെ ആ മീനിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല സൂപ്പർ ടേസ്റ്റിയായി വന്നിട്ടുണ്ട്. അതിലിട്ട നെല്ലിക്ക പോലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.